മുഖ്യമന്ത്രി വി.ഡി. സതീശന് ജന്മനാടിന്റെ സ്നേഹാദരം. കൊച്ചി പൗരാവലി സംഘടിപ്പിച്ച സ്വീകരണത്തിലും പറവൂരിലെ സ്വീകരണത്തിലും വൻ ജനാവലിയാണ് പങ്കെടുത്തത്. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലെ പരിപാടിയിൽ അപ്രതീക്ഷിത അതിഥിയായി മമ്മൂട്ടിയുമെത്തി. നമ്മുടെ മുഖ്യമന്ത്രിക്ക് എല്ലാ അനുമോദനങ്ങളും അർപ്പിക്കുകയും ഇതിലോട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉത്സാഹപൂർവ്വം നീതിപൂർവ്വം നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. കൊച്ചി പൗരാവലിയുടെ ഈ സ്വീകരണത്തിൽ, അദ്ദേഹത്തിന് നൽകുന്ന സ്വീകരണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാർ, എം.എൽ.എമാർ എന്നിവരും സ്വീകരണ പരിപാടിക്കെത്തി. വൈകിട്ട് പറവൂരിൽ നടന്ന സ്വീകരണത്തിൽ നടൻ മോഹൻലാലും പങ്കെടുത്തു. ഞാൻ അടക്കമുള്ള മലയാളികളുടെ പ്രതീക്ഷകളുടെ ഭാരം എത്രയുണ്ട് എന്ന് പ്രിയപ്പെട്ട സതീശൻ സാറിനിപ്പോൾ അറിയുന്നുണ്ടാവാം. അത്രമാത്രം പ്രതീക്ഷകളോടെയാണ് കേരളം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി അവരോധിച്ചത്. ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നാടൊന്നായി മുറവിളി കൂട്ടിയ അനുഭവം കേരള ചരിത്രത്തിൽ തന്നെ വിരളമായിരിക്കും. പറവൂരിന് മാത്രമല്ല, കേരളത്തിനാകെ ഈ ഒരാളെ വേണം എന്ന് തോന്നാൻ കാരണം എന്താണ് എന്ന് ഞാൻ ആ ദിവസങ്ങളേറെ ആലോചിച്ചിട്ടുണ്ട്. സത്യസന്ധത, സുതാര്യത. ബഹുമാനപ്പെട്ട സതീശൻ സാറിന് ഇവ രണ്ടും പ്രകടമാണ്. ജീവിതത്തിൽ അങ്ങോളം മറ്റെന്തൊക്കെ കൈമോശം വന്നാലും ഇവ രണ്ടും കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. തന്നെക്കുറിച്ചോർത്ത് അപമാനഭാരത്താൽ തലകുനിച്ച് നിൽക്കേണ്ടി വരില്ല എന്ന് പറവൂറുകാർക്ക് വി.ഡി. സതീശന്റെ ഉറപ്പ്. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും വെല്ലുവിളി ഉള്ളതുകൊണ്ടാണ് ധനവകുപ്പ് ഏറ്റെടുത്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു പറവൂരുകാരനും അപമാനഭാരത്താൽ തലകുനിച്ചു നിൽക്കേണ്ട ഒരു കാര്യവും നിങ്ങളുടെ ജനപ്രതിനിധി ചെയ്യില്ല. കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള കൃത്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ നിൽക്കുന്നത്. 2 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ടെർമിനലും 17 മിനി പോർട്ടുകളും 600 കിലോമീറ്റർ അറബിക്കടലുമുള്ള ഈ കേരളത്തെ നമ്മളൊരു തുറമുഖ നഗരമാക്കി മാറ്റും. തുടങ്ങും ഇപ്പോൾ തന്നെ. ധനകാര്യ വകുപ്പ് കൂടി ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതൊരു വെല്ലുവിളി ആയതുകൊണ്ടാണ് അത് ഏറ്റെടുത്തത്. ജനങ്ങളെ ദ്രോഹിക്കാതെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ മെച്ചപ്പെടുത്തും. വിവരങ്ങളുമായി നിതിൻ സേവ്യർ നമുക്കൊപ്പം ചേരുകയാണ്. നിതിൻ, മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം വി.ഡി. സതീശന് ജന്മനാട് നൽകുന്ന സ്നേഹം. നിതിൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്ത ശേഷം ജില്ലയിലെത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശന് വലിയ സ്വീകരണമാണ് എറണാകുളം ജില്ലയിൽ ലഭിച്ചത്. രാവിലെ കൊച്ചി കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പലരും പങ്കെടുത്തു. ജനസാഗരങ്ങളാണ് ഈ പരിപാടിയിൽ തങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാനായി എത്തിയത്. അപ്രതീക്ഷിതമായി എത്തിയ നടൻ മമ്മൂട്ടി അടക്കമുള്ളവർ ഈ വേദിയെ ധന്യമാക്കി. ഒപ്പം സിനിമാ രംഗത്ത് നിന്നും കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ളവരും, ഒപ്പം രമേശ് പിഷാരടി എം.എൽ.എ, മന്ത്രിമാരായ റോജി എം ജോൺ, അബ്ദുൾ ഗഫൂർ, അനൂപ് ജേക്കബ് തുടങ്ങിയവരൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പറവൂരിൽ വി.ഡി. സതീശന്റെ സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ഒരുക്കിയത്. ശ്രീകുമാരൻ തമ്പിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഒപ്പം മോഹൻലാൽ ഈ പരിപാടിയിൽ അദ്ദേഹത്തെ ആദരിക്കാനായി എത്തിയിരുന്നു. ഈ വലിയ ഒരു ആൾക്കൂട്ടം ഈ പരിപാടിയിലും വി.ഡി. സതീശനെ കാണാനും അദ്ദേഹം പറയുന്നത് കേൾക്കാനുമായി എത്തിയിരുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ, സന്തോഷത്തിന്റെ, പ്രാർത്ഥനയുടെ തേരിലേറിയാണ് താൻ മുഖ്യമന്ത്രി ആയതെന്നും തന്നെ മുഖ്യമന്ത്രി ആക്കിയവർക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല എന്നും വി.ഡി. സതീശൻ ഈ പരിപാടിയിൽ ജനങ്ങൾക്ക് മറുപടിയായി പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിക്കാത്ത വിധത്തിൽ, നിങ്ങളെ സങ്കടപ്പെടുത്താത്ത വിധത്തിലായിരിക്കും അടുത്ത 5 വർഷം ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുക എന്നുകൂടി വി.ഡി. സതീശൻ പറഞ്ഞു വെക്കുന്നുണ്ട്. വലിയ സ്വീകരണമാണ് ഈ പരിപാടികളിലൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചത്. വലിയ ജനസാഗരങ്ങൾ, ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ കേൾക്കാനുമായി ഈ പരിപാടികളിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ശരി, നിതിൻ സേവ്യർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.